കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ച് NIA കോടതി. ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ ജയിലിൽ അടക്കപ്പെട്ട മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യമാണ് നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. NIA ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട കാര്യമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. 9 ദിവസത്തിന് ശേഷമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത്. ഏറെ വിവാദങ്ങൾക്കും ഏറെ പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഛത്തീസ്ഗഡ് ജയിലിലടക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചാണ് ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടച്ചത്. നിലവിൽ 9 ദിവസത്തിന് ശേഷം 2 കന്യാസ്ത്രീകൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഉണ്ണികൃഷ്ണൻ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും വലിയ പ്രതീക്ഷയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ് 9 ദിവസത്തിന് ശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത്. ബിലാസ്പൂരിലെ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇന്നലെ ജാമ്യ ഹർജി നൽകി. ഇന്ന് ജാമ്യം ഹർജിയിൽ വിധി പറയാനായി മാറ്റുകയായിരുന്നു. എന്തായാലും വളരെ നിർണായകമായ വിധി വന്നിരിക്കുന്നു. ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ബിലാസ്പൂരിലെ NIA കോടതി കന്യാസ്ത്രീകൾക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. വിധിയുടെ വിശദാംശങ്ങളിലേക്കെല്ലാം തന്നെ പോകേണ്ടതുണ്ട്. അതിന്റെ വിവരങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വളരെ നിർണായകമായ വിധിയാണ് വന്നിരിക്കുന്നത്. ബിലാസ്പൂരിലെ NIA കോടതിയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നേരത്തെ വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുന്നു. സഭ റോഡിലിറങ്ങുന്ന ഒരു സംഭവം ഇതെല്ലാം തന്നെ ഇതിൻ്റെ അടിസ്ഥാനമായി ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്നത്. എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം. 9 ദിവസത്തിന് ശേഷം ജയിലിലടക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. മനുഷ്യക്കടത്തും അതോടൊപ്പം തന്നെ മതപരിവർത്തനവും ആരോപിച്ച് ജയിലിലടക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബിലാസ്പൂരിലെ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 9 ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിലായിരുന്നു. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കൾ UDF LDF നേതാക്കളെല്ലാം തന്നെ ഛത്തീസ്ഗഡിൽ ക്യാമ്പ് ചെയ്ത് കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ട് എന്ന ഒരു കാര്യമെല്ലാം തന്നെ പറയുന്ന ഒരു ഘട്ടം ഈ ഒരു നിമിഷം തന്നെയാണ് ഈ വിധി വരുന്നത് എന്നതും എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തായാലും കന്യാസ്ത്രീകൾക്ക് 9 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലെ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം തന്നെയാണ്. 9 ദിവസത്തിന് ശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നേരത്തെ ഈ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയുമായി സമീപിച്ചൊരു ഘട്ടത്തിൽ ഗുരുതരമായ വകുപ്പുകളുള്ളതിനാൽ, മനുഷ്യക്കടത്തടക്കമുള്ള വകുപ്പുകളുള്ളതിനാൽ NIA കോടതിയാണ് കേസ് പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ ഹർജി പരിഗണിക്കേണ്ടതെന്ന് കോടതി പറയുകയായിരുന്നു. അതിന് പിന്നാലെ ഒരു ആശയക്കുഴപ്പമുണ്ടായി. ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ NIA കോടതിയിലോ നൽകണോ, ഏത് കോടതിയിൽ നൽകണമെന്നടക്കമുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിന് പിന്നാലെയാണ് ഇന്നലെ NIA കോടതിയിൽ ജാമ്യ ഹർജി നൽകുന്നത്. എന്തായാലും ഇന്നലെ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേസ് പ്രാരംഭഘട്ടത്തിലാണെന്ന ഒരു എതിർപ്പ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിക്കൊണ്ടായി. അതിന് പിന്നാലെ കേസ് വിധി പറയാനായി മാറ്റുന്നു. എന്തായാലും ഇന്ന് 11:30 വിധി വരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അതേസമയം തന്നെ അല്പസമയം മുമ്പ് 12 മണിയോടടുത്താണ് ഈ വിധി വന്നിരിക്കുന്നത്. എന്തായാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. 9 ദിവസത്തിന് ശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് എല്ലാവരും പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, സഭ അടക്കമുള്ള പ്രതിനിധികളടക്കം സഭാ പ്രതിനിധികളടക്കം പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 9 ദിവസത്തിന് ശേഷം ജയിലിലടക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഈ രാജ്യവ്യാപകമായി ഈ വിഷയത്തിൽ ഉയരുന്നൊരു സാഹചര്യമുണ്ടായി. BJPക്കെതിരെ എല്ലാം തന്നെ വലിയ വിമർശനം ഉയരുന്നൊരു സാഹചര്യം. എന്തായാലും സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു ഘട്ടം, ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ആശ്വാസകരമായ ഒരു വിധിയിലേക്ക് അല്ലെങ്കിൽ ഒരു വാർത്തയിലേക്ക് വന്നതെന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 9